ദെൻ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് മെത്തേഡ്സ് ഓഫ് വേജ് സിസ്റ്റം. ഏതെല്ലാം മെത്തേഡുകളാണ് വേജ് സിസ്റ്റത്തിലുള്ളത്? നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ മെത്തേഡാണ് ടൈം വേജ് സിസ്റ്റം. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ടൈം. സെക്കൻഡ് വൺ പീസ് വേജ് സിസ്റ്റം അല്ലെങ്കിൽ പീസ് റേറ്റ് സിസ്റ്റം. പീസ് വേജ് സിസ്റ്റമാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഇൻസെൻറ്റീവ് വേജ് സിസ്റ്റം. So there are three methods of wage systems. First one time wage system, second piece wage system, third one incentive wage system. Then we are moving to first one time wage system. It is the oldest method of wage payment. കൂലി നൽകുന്നതിലെ പേയ്മെൻറ്റ് വേജസ് പേ ചെയ്യുന്നതിലെ ഏറ്റവും പഴയ കാലം മുതലേ ഉള്ളൊരു മെത്തേഡാണ് ഇത് ടൈം വേജ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. അണ്ടർ ദിസ് സിസ്റ്റം, ഈ ഒരു സമ്പ്രദായത്തിൽ വർക്കേഴ്സ് ആർ പെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ടൈം സ്പെൻഡ് ബൈ ഹിം ഓൺ ദി ജോബ്. ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു ജോലിക്കാരൻ എത്ര സമയം ആ ജോലിയുമായി ബന്ധപ്പെട്ട് മുഴുകി അല്ലെങ്കിൽ ജോലിയിൽ ഉണ്ടായിരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അയാൾക്ക് ശമ്പളം നൽകുന്നതാണ് ടൈം വേജ് സിസ്റ്റം. സോ ഒരാൾക്ക് 8 മണിക്കൂറാണ് ജോലി. സോ അയാൾ 8 മണിക്കൂർ എന്ത് ചെയ്യുന്നു? അയാൾ ജോലി എടുക്കുന്നു, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അയാളുണ്ട്, ആ വർക്ക് പ്ലേസിൽ അയാളുണ്ട്, ജോലിയിൽ അയാളുണ്ട് എങ്കിൽ അയാൾക്ക് ആ ശമ്പളം കൊടുക്കേണ്ടതാണ്. അതാണ് ടൈം വേജ് സിസ്റ്റം പ്രകാരം പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മെച്ചം എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. വർക്കേഴ്സിനെ ഓവർ വർക്ക് ചെയ്യുന്നതിൽ നിന്നും വർക്കേഴ്സിനെ ഫാറ്റിക് ക്ഷീണിതരാകുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. ഹെൽപ്സ് ടു സേവ് മെഷീൻസ് ഫ്രം ഓവർ വർക്ക് ആൻഡ് ഡാമേജ്. കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നതിലൂടെ മെഷീൻസ് ഡാമേജ് ആവുന്നതിൽ നിന്ന് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഗ്യാരണ്ടി റെഗുലർ ആൻഡ് ഫിക്സഡ് വേജസ് ടു എംപ്ലോയീസ്. റെഗുലറായിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള കൂലി എംപ്ലോയീസിന് ഉറപ്പ് വരുത്താനും ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ മെറിറ്റ്സാണ്. ഫസ്റ്റ് ടൈം വേജ് സിസ്റ്റത്തിൻ്റെ മെറിറ്റാണ്. ഇനി ഡീമെറിറ്റ് എന്ന് പറയുന്നത് ബോത്ത് ഇന്നെഫിഷ്യൻ്റ് ആൻഡ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ഗെറ്റ് ദി സെയിം വേജസ്. അല്ലേ, നമുക്ക് തന്നെ മനസ്സിലാവുന്നൊരു കാര്യമാണ്. പലപ്പോഴും ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ജോലി എടുക്കുന്ന ആളുകളുണ്ട്. അതിൽ തന്നെ പലപ്പോഴും ചില വിഭാഗം ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ഇന്നെഫിഷ്യൻ്റാണ്. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? എഫിഷ്യൻ്റാണ്. ആ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ സ്ഥാപനം റൺ ചെയ്ത് പോകുന്നത്. സോ ഒരു സ്ഥാപനത്തിൽ തന്നെ എഫിഷ്യൻറ്റും ഇന്നെഫിഷ്യൻറ്റുമായ വർക്കേഴ്സ് ഉണ്ടാവും. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്ത് ചെയ്യുന്നു? ആ സ്ഥാപനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരേ ശമ്പളം ലഭിക്കുന്നു. അത് ഒരു ഇന്നീക്വാലിറ്റിയാണ് ആക്ച്വലി. അത് പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ് ടൈം വേജ് സിസ്റ്റത്തിൻ്റെ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആൻഡ് സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ആർ നെസസറി. കണ്ടിന്യൂസ് ആയിട്ടുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ടൈം വേജ് സിസ്റ്റം ഫോളോ ചെയ്യാൻ സാധിക്കുള്ളൂ. ഹ്യൂമൻ ബീയിങ്സ് ആർ ബേസിക്കലി ലേസി. ഹ്യൂമൻ ബീയിങ്സ് വളരെ ലേസിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവരെ കാര്യമായിട്ട് സൂപ്പർവൈഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വർക്കേഴ്സ് ആർ പെയ്ഡ് ഫോർ ദി ടൈം ആൻഡ് നോട്ട് ഫോർ ദി ഔട്ട്പുട്ട്. വർക്കേഴ്സിന് ശമ്പളം കൊടുക്കുന്ന സമയത്തിനാണ്, അല്ലാതെ ഔട്ട്പുട്ടിനല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഒരു വർക്കർ എത്ര സമയം ഒരു സ്ഥാപനത്തിൽ സ്പെൻഡ് ചെയ്തു എന്നതിനാണ് പൈസ കൊടുക്കുന്നത്, അല്ലാതെ അയാൾ എത്ര വർക്ക് ചെയ്തു, എത്ര ക്വാണ്ടിറ്റി അയാൾ കൊണ്ടുവന്നു എന്നതിവിടെ പരിഗണിക്കുന്നേയില്ല. അതുപോലെ ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേജസ് പെയ്ഡ് ആൻഡ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ ശമ്പളം കൊടുക്കുന്നതിനും ആ സ്ഥാപനത്തിൽ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വേജസ് പേ ചെയ്യുന്നതുമായി ഒരു ബന്ധവുമില്ലാത്ത മെത്തേഡാണ് ടൈം വേജ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. ദെൻ സെക്കൻഡ് വൺ, പീസ് വേജ് സിസ്റ്റം. The wages are paid on the basis of his output. So there is a direct relation between wages and work done. പീസ് വേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ ജോലി എടുക്കുന്നു, അയാൾ ജോലി എടുത്തതിനെ ക്വാണ്ടിഫൈ ചെയ്തിട്ട്, ക്വാണ്ടിഫൈ ചെയ്യാന്ന് വെച്ചാൽ എന്താ, കൃത്യമായി അളന്നിട്ട് അതിനനുസരിച്ച് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഷ്ടിക ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്.
ഇഷ്ടിക ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു എംപ്ലോയി ഉണ്ട്. ആ എംപ്ലോയി ഒരു ദിവസം 100 ഇഷ്ടിക ഉണ്ടാക്കുന്നു. 100 ഇഷ്ടിക ഉണ്ടാക്കുമ്പോൾ അയാൾക്ക് ഒരു ഇഷ്ടികക്ക് 4 രൂപ വെച്ചിട്ട് കൊടുക്കുക എന്ന് പറയുന്നു. 100 ഇഷ്ടിക ഉണ്ടാക്കിയ ആൾക്ക് എന്ത് ചെയ്യുന്നു? 400 രൂപ കിട്ടും. 100 ഇഷ്ടിക ഉണ്ടാക്കിയാൽ 4 രൂപ വെച്ചിട്ട് ഒരു ഇഷ്ടികയുടെ മുകളിൽ 400 രൂപ കിട്ടും. അത് പീസ് വേജ് സിസ്റ്റമാണ്. ഇനി അയാൾ ഉണ്ടാക്കിയത് 90 എണ്ണമാണെങ്കിൽ, ഒരാളുണ്ടാക്കിയത്, ഒരു എംപ്ലോയി ഉണ്ടാക്കിയത് 90 ഇഷ്ടികയാണ് ഒരു ദിവസമെങ്കിൽ അയാൾക്ക് 360 രൂപയെ ലഭിക്കുള്ളൂ. അതാണ് വ്യത്യാസം. പീസ് വേജ് സിസ്റ്റം. ഒരു വർക്കർ അയാൾ ചെയ്ത വർക്കിൻ്റെ അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ അനുസരിച്ചുകൊണ്ട് അയാൾക്ക് വേജ് നൽകുകയാണെങ്കിൽ അതാണ് പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. പലപ്പോഴും ക്വാണ്ടിഫൈ ചെയ്യാൻ സാധിക്കുന്ന പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസിലൊക്കെ എന്ത് ചെയ്യാം? പീസ് വേജ് സിസ്റ്റം നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, എളുപ്പത്തിൽ ക്വാണ്ടിഫൈ ചെയ്യാൻ സാധിക്കുന്ന, മെഷർ ചെയ്യാൻ സാധിക്കുന്ന, കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ കേസിലൊക്കെ പീസ് വേജ് സിസ്റ്റം നമുക്ക് ഫോളോ ചെയ്യാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്, എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുവാനും ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഈസ് നോട്ട് റിക്വയേർഡ്. ആക്ച്വലി ഇവിടെ സൂപ്പർവിഷൻ അത്രത്തോളം തന്നെ വേണ്ട. കാരണം ഇവിടെ സമയത്തിനല്ല പൈസ കൊടുക്കുന്നത്, മറിച്ച് ഔട്ട്പുട്ടിനാണ്. അവരെത്ര പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. സോ സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഈസ് നോട്ട് റിക്വയേർഡ്. അതുപോലെ കോസ്റ്റ് പെർ യൂണിറ്റ് ക്യാൻ ഈസിലി ബി കാൽക്കുലേറ്റഡ്. ഒരു യൂണിറ്റിന് എത്രയാണ് ചെലവ് വന്നത് എന്ന് വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. ലേബറേഴ്സ് ട്രൈ ടു പ്രൊഡ്യൂസ് മോർ ഗുഡ്സ്. നമുക്കറിയാം, ഓരോ ക്വാണ്ടിറ്റിക്കും ഓരോ ഔട്ട്പുട്ടിൻ്റെ മുകളിലുമാണ് പൈസ കിട്ടുന്നത്. സോ എപ്പോഴും ബേസിക് ആയിട്ടുള്ള ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ടിൻ്റെ മുകളിലേക്ക് ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും കൂടുതൽ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ പൈസ എന്ത് ചെയ്യും, ശമ്പളം അവർ വാങ്ങാൻ വേണ്ടി ശ്രമിക്കും. നേരത്തെ പറഞ്ഞ കേസ് 4 രൂപ വെച്ച് 100 ഇഷ്ടിക ഉണ്ടാക്കിയാൽ 400 രൂപ കിട്ടും. അപ്പോൾ അവരെന്ത് ചെയ്യും? ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാക്കും, അല്ലേ? അവർ കൂടുതൽ ഉണ്ടാക്കും. കാരണം എന്താ? 125 200 ഒക്കെ ഉണ്ടാക്കും ചിലപ്പോൾ അവർ. കാരണം എന്താ? അവർക്ക് കൂടുതൽ പൈസ കിട്ടുമെന്നുള്ളത് കൊണ്ട്. അതുപോലെ മാനേജ്മെൻറ്റ് ക്യാൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എഫിഷ്യൻറ്റ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സ്. പീസ് വേജ് സിസ്റ്റത്തിലൂടെ ഒരു കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളിയും കാര്യക്ഷമമല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളിയും തമ്മിലുള്ള കാര്യങ്ങളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ദെൻ ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്ന മറ്റു കാര്യങ്ങളാണ്. അതായത് വർക്കേഴ്സ് വിൽ ഫോക്കസ് ദെയർ അറ്റൻഷൻ ഓൺ ക്വാണ്ടിറ്റി ഓഫ് ദി ഔട്ട്പുട്ട്, നോട്ട് ഇൻ ദെയർ ക്വാളിറ്റി. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പീസ് വേജ് സിസ്റ്റത്തിൻ്റേത്, വർക്കേഴ്സ് കോൺസെൻട്രേറ്റ് ഓൺ ദി ക്വാണ്ടിറ്റി. അവർ പ്രാധാന്യം കൊടുക്കുക ക്വാണ്ടിറ്റിയിലാണ്, അളവിലാണ്, ഗുണത്തിലല്ല, ക്വാളിറ്റിയിലല്ല. സോ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യും? അവരുണ്ടാക്കും, ഒരുപാട് എണ്ണം ഉണ്ടാക്കുമെന്നുള്ളതാണ്. സോ പീസ് വേജ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ ഏതാണ്? ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കില്ല, മറിച്ച് എന്ത് ചെയ്യും? ക്വാണ്ടിറ്റിക്ക്, എണ്ണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ന്യൂ വർക്കേഴ്സ് ആർ നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ് മോർ, ദേ വിൽ നോട്ട് ഗെറ്റ് റീസണബിൾ വേജസ്. ന്യൂ വർക്കേഴ്സ്, പുതിയതായിട്ട് വന്നിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ അറിയില്ല. കാരണം അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് റീസണബിൾ ആയിട്ടുള്ളൊരു വേജ് കിട്ടാൻ സാധ്യത കുറവാണ്. അതുപോലെ മിനിമം വേജസ് ആർ നോട്ട് ഗ്യാരണ്ടീഡ്. മിനിമം കൂലി, മിനിമം ശമ്പളം ഉറപ്പാക്കുവാൻ സാധിക്കില്ല ഈ മെത്തേഡിൽ. ടു എൻഷുർ ക്വാളിറ്റി ഓഫ് ഗുഡ്സ്, സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ബിക്കം നെസസറി. ക്വാളിറ്റി ഉറപ്പാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ ആവശ്യമായി വരും പീസ് വേജ് സിസ്റ്റത്തിൽ. അതുപോലെ ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് മോർ, വർക്കേഴ്സ് വിൽ ഹാൻഡിൽ മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് കെയർലെസ്ലി. കൂടുതലായിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വർക്കേഴ്സ് മെഷീൻസും മെറ്റീരിയൽസും ഒക്കെ കെയർലെസ് ആയിട്ട് ഉപയോഗിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇത് എന്താണ്? ഈ പീസ് വേജ് സിസ്റ്റത്തിൽ പെട്ട കാര്യമാണ്.